തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അധ്യാപക LPSTA റാങ്ക് ജേതാക്കൾ 24 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുകയാണ്. 24 ദിവസം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം ആവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് തന്നെ 6 തവണ മന്ത്രിയെ കണ്ടപ്പോഴും ഒരു അനുകൂല നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, അതിൽ 95% സ്ത്രീകളാണ്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ അധ്യാപക ഫീൽഡിൽ നിൽക്കുന്നതിൽ 95% സ്ത്രീകളാണ്, വനിതകളാണ്. അപ്പോൾ കൂടുതൽ പേരും കല്യാണം കഴിഞ്ഞവരും കുട്ടികളായവരുണ്ട്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കല്യാണം കഴിയാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഒന്നാലും നോക്കിയാൽ അവരുടെ ഫാമിലി, അത് കല്യാണം കഴിച്ചിട്ട് പോയ ആ ഫാമിലിയിൽ നിന്ന് കുറച്ച് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ പഠിച്ചിട്ട് ആ കുട്ടികളെയും വെച്ചിട്ട്, കുഞ്ഞു കുട്ടികളാവാം, ചിലർക്ക് മുതിർന്ന കുട്ടികളാവാം, എങ്ങനെയായാലും കുട്ടികളെയും വെച്ച് വീട്ടിലെ പണികൾ ഒരുക്കി ചിലപ്പോൾ വർക്കിന് പോകുന്നവരുണ്ട്. ആ വർക്കിന് പോയിട്ട് വന്നതിന് ശേഷം കിട്ടുന്ന ആ തുച്ഛമായ സമയത്തിൽ, കുറഞ്ഞ സമയത്തിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. മിക്കവാറും ചില വീടുകളിൽ വന്നിട്ട് നമ്മൾ എന്താണെന്ന് പറയുക, വീടുകളിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പഠിക്കാനുള്ള പ്രോത്സാഹനം നൽകാത്ത അവസ്ഥകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാ പണികളും ഒരുക്കി കുട്ടികളെല്ലാം സ്കൂളിൽ അയച്ച് ഹസ്ബൻഡിന് വർക്കിന് അയച്ച് ഇരുന്ന് നമ്മളൊന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരുക്കി ബുക്ക് എടുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഓൾഡ് പാരൻസ്, അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി തുടങ്ങിയ പാരൻസ് അവരുണ്ടെങ്കിൽ അവർക്ക് കാപ്പി വെച്ച് തരുമോ, അല്ലെങ്കിൽ ഒരു ചായ വെച്ച് തരുമോ, അല്ലെങ്കിൽ കുട്ടി അതൊന്നും എടുത്ത് തരുമോ, കുട്ടി ഇതൊന്നും എടുത്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് ബുക്ക് തുറക്കാൻ അയക്കാത്ത ഒരു സന്ദർഭങ്ങൾ മിക്കവാറും സ്ത്രീകളുടെ വീടുകളുണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം തരണം ചെയ്ത് കിട്ടുന്ന ആ സമയത്ത്, തുച്ഛമായ സമയമായിരിക്കും, ആ സമയത്ത് ഉറക്കം മേടിച്ചിട്ടാണെങ്കിൽ കുട്ടികളെ നോക്കിയിട്ട് പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെല്ലാം എന്താ പറയുക, അതെല്ലാം തരണം ചെയ്ത് പഠിച്ചിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിലെത്തുന്നത്. ആ റാങ്ക് ലിസ്റ്റിലെത്തി ഇത്ര വർഷം, 2 വർഷത്തിലേറെ റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടും ഒന്നാം റാങ്ക് കാരണം പോലെ നിയമനം ആയില്ല എന്ന് പറയുന്നത് എത്ര വലിയ കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ മിക്കവാറും സ്ത്രീകൾ, ഇപ്പോൾ നമ്മൾ പുതുതായി പഠിക്കുന്ന, അതായത് കല്യാണം കഴിയാത്ത സ്ത്രീകൾ വ്യക്തികളും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ പുതിയൊരു ജോലി, പ്രൈവറ്റ് ജോലി അന്വേഷിച്ച് പോകുന്നതിനേക്കാളും നമുക്ക് കൂടുതലായിട്ട് പൈസ കൊടുക്കാനില്ല, നമ്മളെല്ലാം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ ആശ്രയിക്കുന്ന ഒന്നാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. നന്നായി പഠിച്ച് ഉറക്കം വിളിച്ച് പഠിച്ച് കോച്ചിങ് ക്ലാസ്സിന് പോകുന്നവർ അതിന് കൊടുക്കുന്ന പൈസ കൊടുത്ത് അവരും നന്നായി നല്ല രീതിയിൽ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് എല്ലാത്തിനും വേണ്ടി 4 വർഷം കാത്തിരുന്നിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. ആ എക്സാം പ്രിപ്പയർ ചെയ്തിട്ട് ചില ദിവസങ്ങളിൽ സൺഡേസ് ഹോളിഡേസിൽ ഒരു ട്രിപ്പ് പോകുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാരേജ് ഫംഗ്ഷൻ, അങ്ങനത്തെ എല്ലാം ചിലപ്പോൾ നിരാകരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, പഠിച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനവും ആവില്ല എന്ന് കാണുമ്പോൾ അവിടെ മനസ്സ് എത്രത്തോളം ഉണ്ടാവും. അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള ചില കുത്തുവാക്കുകൾ എല്ലാം അവർ തരണം ചെയ്തിട്ടല്ലേ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അതിനുശേഷം വന്ന് നമ്മൾ എയ്ഡഡുകാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ട് പാവപ്പെട്ട പഠിച്ച് നേടിയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാങ്ക് ജേതാക്കൾക്ക് ഒരു അപ്പോയിൻമെന്റ് നൽകിക്കൂടാ? നമുക്ക് ഡിവിഷൻ ഫാൾ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഡിവിഷൻ ഫാൾ വരുമ്പോഴും നമ്മൾ കൂടുതൽ എയ്ഡഡ് മേഖലകൾക്കാണ് പ്രോത്സാഹനം നൽകുന്നത്. ആ എയ്ഡഡ് നമുക്കറിയാം, ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊരു കണക്കെടുപ്പ് നടത്തിയാൽ, വാർഡ് മെമ്പറുടെ തലത്തിലാണെങ്കിൽ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ചിലപ്പോൾ ഓരോ വാർഡിൽ നമ്മൾ അറിയാതെ തന്നെ അൺഎയ്ഡഡ് ആയ സ്കൂളുകൾ നിറയുണ്ടാവും. അതിൽ നിറയെ കുട്ടികളുണ്ടാവും. അവിടെ ഫിറ്റ്നസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. പിന്നീട് ഒരു പോംവഴിയും ഓർഡറൊക്കെ നൽകിയിട്ട് കുറച്ച് കുട്ടികളുടെ ജീവൻ അപായപ്പെടുത്തപ്പെട്ടതിന് ശേഷം നമ്മളൊരു തീരുമാനം എടുക്കുന്നതിനേക്കാളും നല്ലത് ഇത്തരം അൺഎയ്ഡഡ് ആയ മേഖലകളെ, അതായത് അൺഎയ്ഡഡ് ആയി നിൽക്കുന്ന മേഖലകളിൽ പഠിക്കുന്ന കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കാനും ആ അൺഎയ്ഡഡ് ആയ സ്കൂളുകളെ പൊട്ടിക്കാനുമുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിക്കാതെ ഇനി എപ്പോഴാണ് ഒരു അപകടം വന്നിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മിക്കവാറും സ്കൂളുകൾ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഷീറ്റ് പോലും ഇട്ടിട്ട് അതിൽ 100 കണക്കിന് കുട്ടികളിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന തദ്ദേശ വകുപ്പുകളൊന്നും മുൻകൈയെടുത്താൽ നമുക്ക് ഓരോ തദ്ദേശ വകുപ്പുകളിൽ നിന്നും കിട്ടുന്ന അൺഎയ്ഡഡ് ആയ സ്കൂളും അതിൻ്റെ ഫിറ്റ്നസ് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധിക്കാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റ് അധികാരികളും ഇത് കണ്ടു തുറക്കുന്നില്ല? റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക്, റാങ്ക് ജേതാക്കൾക്ക് എന്തുകൊണ്ട് നിയമനം നൽകാൻ കഴിയാതിരിക്കുന്നത്?